morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ? എവിടെ വരെയാ എടുത്തത് ഓർമ്മയുണ്ടോ? Value analysis. വാല്യൂ അനാലിസിസ് വരെയായിരുന്നു അല്ലേ? ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് പറഞ്ഞോ? സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ നോക്കി എന്താണ് ഒരു വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാല്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഒരു വാല്യൂ അനാലിസിസ് ചെയ്യുന്നേ? എന്തിനു വേണ്ടിയാണ്? അനാവശ്യമായിട്ടുള്ള ചിലവുകൾ തിരിച്ചറിയാൻ വേണ്ടി. അതെ, അനാവശ്യമായിട്ടുള്ള ചിലവുകൾ തിരിച്ചറിയാൻ വേണ്ടി അല്ലെ? നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നു അല്ലെങ്കിൽ നമ്മളൊരു മെറ്റീരിയൽ വാങ്ങുന്നു, ഒരു സാധനം വാങ്ങുമ്പോ അതിന് നമ്മൾ അനാവശ്യമായിട്ട് കുറെ പണം ചിലവഴിക്കേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ ചിലവഴിക്കേണ്ടത് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് ഈ വാല്യൂ അനാലിസിസ് ചെയ്യുന്നതിലൂടെ സാധിക്കും അല്ലെ? അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ചിലവ് കുറയ്ക്കുന്നതിന്റെ അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാന പ്രക്രിയ അല്ലെങ്കിൽ ഒരു അനിവാര്യമായ പ്രക്രിയയാണ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു വാല്യൂ അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു വാല്യൂ അനാലിസിസിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണ്? ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിന്റെ ഉപയോഗത്തിനാണ് അല്ലെ? വിലയേക്കാൾ ഉപരി അല്ലെങ്കിൽ വിലയേക്കാൾ കൂടുതൽ നമ്മൾ ആ ഒരു മെറ്റീരിയലിന്റെ ഉപയോഗത്തിനായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുവഴി അതിലൂടെയാണ് അതിന്റെ മൂല്യം വർദ്ധിക്കുന്നത്. അപ്പൊ അത് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു അല്ലെ? ഐഫോണിന്റെ ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ? ഐഫോണിന്റെ ഒക്കെ ആണെങ്കിലും ഒരു നോർമൽ ഫോണും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഐഫോൺസിനാകുമ്പോൾ ഒത്തിരി ഫീച്ചേഴ്സും ഒത്തിരി ഒത്തിരി സവിശേഷതകളുള്ള ഒരു ഫോണാണ് അല്ലെ? അപ്പൊ നമ്മുടെ ഒരു നോർമൽ ഫോൺ കമ്പയർ ചെയ്യുമ്പോൾ അതാണ് കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ടുള്ളതും ക്വാളിറ്റി വൈസും എല്ലാം അത് തന്നെയാണ് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് അതിന്റെ പ്രവർത്തനത്തെയാണ് നോക്കുന്നത് അല്ലെ? അത് അത്രയും വില കൂടിയിട്ട് നമ്മളൊരു നോർമൽ ഫോണിന്റെ റേഞ്ച് ആണോ അതിന്റെ വാങ്ങുന്ന തുകയാണോ ഐഫോൺ വാങ്ങാനായിട്ട് വേണ്ടത്? അല്ല അല്ലെ? വില കൂടുതലാണ്. എന്നാൽ പോലും ആളുകൾ അത് വാങ്ങുന്നില്ലേ? അതെന്തിനു വേണ്ടി ആളുകൾ അത് വാങ്ങുന്നത്? അതിന്റെ ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഉപയോഗത്തെയാണ് അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ ആ ഒരു ഉപയോഗം അത്രയും നല്ലതായതുകൊണ്ട് അതിന്റെ വിലയേക്കാൾ ഉപരി നമ്മൾ ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഉപയോഗത്തിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനനുസരിച്ചായിരിക്കും ആ ഒരു വസ്തുവിന്റെ മൂല്യം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്? വാല്യൂ അനാലിസിസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ് പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാ പറയുന്നത്. ഒരു ടേംസ് ആയിട്ട് പറയുന്നത് മാത്രം കേട്ടോ. ഓക്കെ, ഇനി ഓരോന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂ, വ്യത്യസ്ത തരം മൂല്യങ്ങളാണ്, വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ ഒരു വാല്യൂ കാണുന്നത് അല്ലെ? എല്ലാ വസ്തുക്കൾക്കും നമ്മൾ ഒരുപോലെ നമുക്ക് മൂല്യം കണ്ടെത്താൻ പറ്റില്ല. പല ടൈപ്പ് ആയിട്ട് തിരിച്ച് അതിനനുസരിച്ചാണ് നമ്മൾ മൂല്യം പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഫങ്ഷണൽ വാല്യൂ. നമ്മൾ ഒരു ഐഫോണിന്റെ കേസ് പറഞ്ഞത് തന്നെ അല്ലെ? അവിടെ ആ ഒരു റിലേയിങ് ഓൺ ഫങ്ഷൻ, ആ ഒരു വസ്തുവിന്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ഉപയോഗത്തെ അടിസ്ഥാനമാക്കി അതിന്റെ മൂല്യത്തിൽ വ്യത്യാസങ്ങൾ വരാം അല്ലെ? നമ്മൾ ഒരു ഐഫോണിന്റെ കേസ് പറഞ്ഞില്ലേ? അവിടെ ആ ഒരു ഫോണിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ മൂല്യമോ വർദ്ധിക്കുന്നു. ആ രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് വാല്യൂ ആണ് ഫങ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു വസ്തുവിന്റെ മൂല്യത്തെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയാണ് വാല്യൂ, ഈ ഒരു അടിസ്ഥാനമാക്കിയിട്ടുള്ള വാല്യൂ ആണ് ഫങ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത്. Then എക്സ്ചേഞ്ച് വാല്യൂ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാല്? എന്ന് പറഞ്ഞേ, നമ്മള് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാറില്ലേ? ഇപ്പൊ ഓണം ഓഫറോ വിഷുവിന്റെ ഓഫറോ ക്രിസ്മസ് ഓഫറോ അല്ലെങ്കിൽ ദീപാവലി ഓഫറോ ഒക്കെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? സാധനങ്ങള് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കാറുണ്ട് അല്ലെ? അപ്പൊ എന്താ ചെയ്യുന്നത് നമ്മള് എക്സ്ചേഞ്ച് ചെയ്യുമ്പോ? എന്താ ചെയ്യാറ്? വെറുതെ ആണ് പോയത് എനിക്ക് എക്സ്ചേഞ്ച് ചെയ്ത ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ അവര് തരുമോ? എന്താ ചെയ്യേണ്ടത്? നമ്മളെ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനത്തെ ഒരു സാധനം കൊണ്ടുപോയാലേ നമുക്ക് തിരിച്ചെന്നാ കയ്യിലുള്ള പഴയ സാധനങ്ങൾ കൊടുത്ത് പുതിയൊരെണ്ണം വാങ്ങുക, അതല്ലേ എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നേ. അപ്പൊ ഇവിടെയും അത് തന്നെ എന്താ? ഗിവിംഗ് എ തിങ് ദാറ്റ് ഈസ് ഓൾഡ് അല്ലെ? പഴയ ഒരു സാധനം അല്ലെ? പഴയ ഒരു സാധനം നൽകുകയും ബൈയിങ് എ ന്യൂ വൺ, പുതിയ ഒരെണ്ണം
വാങ്ങുകയും ചെയ്യുക. അതിപ്പോ TV ആവാം, റെഫ്രിജറേറ്റർ ആവാം, അങ്ങനെയുള്ള ഏതൊരു മെറ്റീരിയലും ആവാം. അതാണ് എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്. പഴയ ഒരെണ്ണം വാങ്ങുമ്പോൾ നമുക്ക് പഴയ ഒരെണ്ണം കൊടുക്കുമ്പോൾ നമുക്ക് പുതിയൊരെണ്ണം വാങ്ങുന്നു. അപ്പൊ അവിടെ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ നമുക്ക് ആ കൊടുക്കുന്ന പഴയ സാധനത്തിന് നമുക്കൊരു മൂല്യം കിട്ടുന്നില്ലേ, ഒരു തുക നമുക്ക് കിട്ടുന്നില്ലേ? അത് വെച്ചിട്ട് അത് ബാക്കിയുള്ള തുകയിൽ കൂട്ടിയല്ലേ നമ്മൾ പുതിയൊരെണ്ണം വാങ്ങുന്നത്. അതാണ് അവിടുത്തെ ആ ഒരു വസ്തുവിന്റെ എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ടുള്ള ടൈപ്പ് ഏതാ? എസ്റ്റീം വാല്യൂ. എന്താണ്? ബഹുമാന മൂല്യം എന്ന് പറയാം. ആ ഒരു എസ്റ്റീം വാല്യൂവിന്റെ അവിടെ ഒരു ഹൈഫൺ ഇട്ട് നിങ്ങള് അതൊരൊറ്റ സെന്റൻസ് ആയിട്ട് കിടക്കുന്നത് കേട്ടോ. ആ ഒരു എസ്റ്റീം വാല്യൂ എന്താണെന്നാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹൈഫൺ ഇട്ട് വേർതിരിച്ചോളൂ കേട്ടോ. നോക്കി, പ്രസ്റ്റീജ് ഹാവിംഗ് എ തിങ്, ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന് എത്രത്തോളം മൂല്യമുണ്ട്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഇപ്പൊ നമ്മള് മോഹവില എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? മോഹവില, പ്രസ്റ്റീജ് എന്ന് പറയുന്ന അന്തസ് അല്ലെ. നമ്മളൊരു മോഹവില കൊടുത്ത് ആളുകള് ഓരോ സാധനങ്ങൾ വാങ്ങാറുണ്ട് അല്ലെ. എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞേ. നമ്മളൊരു മോഹവില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങള് എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയായിരിക്കും? മോഹവില എന്ന് പറയുമ്പോ എന്താ? ആ ഇരിക്കുന്നത് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവര് പറയുന്ന വില അല്ലെ. അത് കൃത്യമായ വിലയൊന്നല്ല. വെരി ഗുഡ്. വസ്തുക്കൾ വാങ്ങാറുണ്ട്, ഭൂമി വാങ്ങാറുണ്ട് അല്ലെ ഓരോരുത്തര്. ഇപ്പൊ ചിലർക്ക് എന്താണ് ലേക്ക് സൈഡിലോ അല്ലെങ്കിൽ ചിലർക്ക് വല്ലപ്പോ റോഡ് സൈഡിലോ നല്ല കണ്ണായ ഭൂമി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അങ്ങനെയുള്ള ഭൂമികൾ കണ്ടാല് പണമുള്ളവരാണെങ്കിൽ അതെന്ത് ചെയ്യും? മോഹവില കൊടുത്ത് വാങ്ങും. അതെന്തിനു വേണ്ടിയാണ്? അവരുടെ അന്തസ് വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രസ്റ്റീജ് കൂട്ടാനായിട്ട് അല്ലെ. അതുപോലെ തന്നെ മറ്റെന്ത് വാങ്ങാറുണ്ട്? ഇപ്പൊ ഫിലിം സ്റ്റാർസിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്കറിയാലോ എന്ത് സാധനമാണ് അവര് കൂടുതൽ വാങ്ങാറ്? ഷോപ്പിംഗ് ചെയ്യാറുണ്ട്. വെരി ഗുഡ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറുകൾ അല്ലെ. മിക്ക ഫിലിം സ്റ്റാർസിന്റെ കേസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അവരെന്ത് ചെയ്യും? മോഹവില കൊടുത്ത് ആ സാധനം വാങ്ങിക്കുന്നു അല്ലെ. അപ്പൊ അതിന്റെ യഥാർത്ഥ മൂല്യം എന്നല്ലെങ്കിൽ യഥാർത്ഥ വില അത്രയും ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ കൂടിയും അവരുടെ ആ ഒരു പ്രസ്റ്റീജ് അല്ലെങ്കിൽ അന്തസ് ഉയർത്താൻ വേണ്ടി അവരെന്ത് ചെയ്യും? മോഹവില കൊടുത്ത് ആ ഒരു വസ്തു വാങ്ങുന്നു. ആ ഒരു സാധനമാവാം അല്ലെങ്കിൽ ഒരു വസ്തു, ലാൻഡ് ആവാം, എന്തുമായിക്കോട്ടെ. അതിനെയാണ് നമ്മള് എസ്റ്റീം വാല്യൂ അല്ലെങ്കിൽ ബഹുമാന മൂല്യം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താ? ഫിലിം സ്റ്റാർസ് ആണെങ്കിൽ ഒരേപോലെയുള്ള സീരിയൽ നമ്പറുകൾ വരുന്നതൊക്കെയാണ് കൂടുതലും അവർ പ്രിഫർ ചെയ്യുക അല്ലെ. അവർക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡില് അവരുടേതായ നമ്പറുകൾ ഉണ്ടാവില്ലേ. മോഹൻലാലിനാണെങ്കിലും അല്ലെ പൃഥ്വിരാജ് അങ്ങനെ നമ്പേഴ്സ് ഒക്കെ ഇല്ലേ, നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുമല്ലോ. അങ്ങനെയുള്ള നമ്പറുകൾ വരുന്നതൊക്കെ അവരെന്ത് ചെയ്യും? അവര് വിൽക്കുന്ന ആളുകൾ എത്ര തുക പറയുന്നോ ആ തുക കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യും? ആ സാധനം വാങ്ങും. അതാണ് എസ്റ്റീം വാല്യൂ എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് വാല്യൂ. കോസ്റ്റിന്റെ അവിടെയും ഒരു ഹൈഫൺ ഇട്ടോട്ടാ. അതൊന്ന് കോസ്റ്റ് ആണെങ്കിലും നെക്സ്റ്റ് സ്ക്രാപ്പിന്റെ ആണെങ്കിലും ഒക്കെ അവിടെ നിന്ന് ഹൈഫൺ ഇട്ട് വേർതിരിക്കുക. അത് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒറ്റ സെന്റൻസ് ആയിട്ട് നിങ്ങൾ വായിക്കും. അത് നോക്കി. നെക്സ്റ്റ് ആണ് കോസ്റ്റ് വാല്യൂ. എന്താണ് കോസ്റ്റ് വാല്യൂ? ആസ് പെർ മോണിറ്ററി വാല്യൂ, ധനപരമായിട്ടുള്ള ഒരു വസ്തുവിന്റെ ധനപരമായ മൂല്യം. എന്താണത്? യഥാർത്ഥ വാല്യൂ അല്ലെ. ഒരു വസ്തുവിന് നമുക്കൊരു യഥാർത്ഥ പ്രൈസ് ഉണ്ടാവുമല്ലോ, ഒരു കൃത്യമായ വില. ആ ഒരു കൃത്യമായ വില കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു സാധനം വാങ്ങുന്നു. അതാണ് ധനപരമായ മൂല്യം അല്ലെങ്കിൽ കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്ന് നോക്കി, സ്ക്രാപ്പ് വാല്യൂ. എന്താണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയാ? എന്തായിരിക്കും സ്ക്രാപ്പ് വാല്യൂ? എന്തായിരിക്കും? നിങ്ങൾ ഇത്രയും പറഞ്ഞതിൽ നിന്നൊന്ന് പറഞ്ഞു നോക്കിയേ. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുമ്പോ എന്തായിരിക്കും? നമ്മളാണെങ്കിലും വീടുകളിൽ ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ് അല്ലെ. അപ്പൊ ആ ഒരു ഉപകരണത്തിന് നമ്മൾ വാങ്ങുമ്പോ എത്ര രൂപയായിരിക്കും? ഇപ്പൊ ഒരു ഫ്രിഡ്ജോ ഒരു ടിവിയോ ഏതെങ്കിലും ഒരു ഫ്രിഡ്ജ് തന്നെ എടുക്കാം. അപ്പൊ നമ്മൾ വാങ്ങുമ്പോ ഒരു 10,000 രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു 20,000 രൂപയ്ക്കോ ഒക്കെ വാങ്ങിയ ഒരു ഫ്രിഡ്ജ് ആണെങ്കിൽ അതിന്റെ ഉപയോഗം കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ലൈഫ് ടൈം കഴിഞ്ഞ് അല്ലെ, അതിന്റെ ആ ഒരു ആയുഷ്കാലം കഴിഞ്ഞ് നമ്മളത് ഉപയോഗിക്കാൻ പറ്റാതെയാവുമ്പോൾ നമ്മൾ അത് ആർക്ക് കൊടുക്കും? സ്ക്രാപ്പിന് കൊടുക്കും അല്ലെങ്കിൽ ആക്രിക്ക് കൊടുക്കും അല്ലെ. നമ്മുടെ വീട്ടിൽ വെച്ചോണ്ടിരിക്കാറില്ല, നമ്മളത് കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യാറ്. അപ്പൊ അത് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? അതില് എത്ര രൂപ കിട്ടും? നമ്മളൊരു 20,000 രൂപ ചെലവാക്കി വാങ്ങിച്ച ആ ഒരു സാധനത്തിന് അതെ വേറെ 500 1000 രൂപയോ നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുള്ളൂ അല്ലെ. സ്ക്രാപ്പിന് കൊടുക്കുമ്പോൾ കിട്ടുള്ളൂ. അപ്പൊ അതാണ് ഇവിടത്തെ സ്ക്രാപ്പ്
വാല്യൂ എന്ന് പറയുന്നത്. അതായത് ആഫ്റ്റർ ദ ലൈഫ് ടൈം ഓഫ് ദ മെറ്റീരിയൽ, ആ മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ ആയുഷ്കാലം തീരുമ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന മൂല്യം, ആ ഒരു വസ്തുവിന് പിന്നീടുള്ള മൂല്യം എന്ന് പറയുന്നത് ആ വാങ്ങിച്ചപ്പോഴുള്ള മൂല്യമല്ല, അല്ലെ? വാങ്ങിച്ചപ്പോഴുള്ള മൂല്യമല്ല, വളരെ കുറഞ്ഞ മൂല്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുന്നതാണ് ടൈം വാല്യൂ. ടൈം വാല്യൂ എന്താ? ഹൗ ലോങ് ഇറ്റ് വിൽ ലാസ്റ്റ്, അത് എത്രത്തോളം കാലം നിലനിൽക്കും എന്നതിനനുസരിച്ച്, അല്ലെ? ചില സാധനങ്ങൾ നമുക്ക് ഒരുപാട് നാള് നീണ്ടു നിൽക്കുന്നത്. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ നമുക്ക് ഫാർമസിയുമായി ബന്ധപ്പെട്ട് പറയാലോ. ഫാർമസിയില് മെഡിസിൻസ് അല്ലെങ്കിൽ ഡ്രഗ്സിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, അല്ലെ? അപ്പൊ ആ ഒരു എക്സ്പയറി ഡേറ്റ്, ആ ഒരു എക്സ്പയറി ഡേറ്റിന് മുൻപ് നമ്മൾ അത് വാങ്ങുകയാണെങ്കിൽ അതിനെങ്ങനെയായിരിക്കും? ആ പറഞ്ഞിരിക്കുന്ന തുക അല്ലെങ്കിൽ മൂല്യം ഉണ്ടാവും, അല്ലെ? അതേസമയം ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലോ, ആ ഒരു എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഡ്രഗിന് ഉപയോഗിക്കാനായിട്ട് ഒരു മൂല്യം ഉണ്ടാവുമോ? ഇല്ല, അല്ലെ? അതാണ് അവിടുത്തെ ടൈം വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ? ഫങ്ഷണൽ വാല്യൂ. എന്താണ്? ആ ഒരു വസ്തുവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള വസ്തുവിന്റെ വാല്യൂ, അതിനനുസരിച്ച് അതിന്റെ മൂല്യത്തിൽ വ്യത്യാസങ്ങൾ വരാം, അല്ലെ? അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഐഫോണിന്റെ കേസ് പറഞ്ഞത്. എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ ഒരെണ്ണം കൊടുത്ത് പുതിയൊരു വസ്തു നമ്മൾ വാങ്ങുന്നു. അതിപ്പോ ടി വി ആവാം, റെഫ്രിജറേറ്റർ ആവാം, അങ്ങനെ ഏതൊരു സാധനവും പഴയത് കൊടുത്തുകൊണ്ട് പുതിയത് വാങ്ങുമ്പോൾ ആ വസ്തുവിനുണ്ടാവുന്ന മൂല്യമാണ് എക്സ്ചേഞ്ച് വാല്യൂ. മൂന്നാമതായി പറഞ്ഞ എന്താ? എസ്റ്റീം വാല്യൂ. എസ്റ്റീം വാല്യൂ എന്താ? പ്രസ്റ്റീജ് അല്ലെങ്കിൽ അവരുടെ അന്തസ്സ് കൂട്ടാനായിട്ട് ബഹുമാനം
ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ചെറിയൊരു നെറ്റ് ഇഷ്യൂ വന്നതാണ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ വാല്യൂസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. നെക്സ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞുകൊണ്ടിരുന്നത്? എസ്റ്റീം വാല്യൂ പറഞ്ഞില്ലേ? ആ ഒരു പ്രസ്റ്റീജ് അല്ലെങ്കിൽ അന്തസ്സുമായി ബന്ധപ്പെട്ട് അല്ലെ, അന്തസ്സിനെ അടിസ്ഥാനമാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നമ്മൾ വാങ്ങി നമ്മൾ ആ ഒരു അന്തസ്സ് വർദ്ധിപ്പിക്കുന്നു. അതാണ് അവിടുത്തെ ബഹുമാന മൂല്യം അല്ലെങ്കിൽ എസ്റ്റീം വാല്യൂ എന്ന് പറയുന്നത്. കോസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു മോണിറ്ററി വാല്യൂ അല്ല, ആ വസ്തുവിന് യഥാർത്ഥമായ എന്താണ് വിലയുള്ളത്, യഥാർത്ഥ കൃത്യമായിട്ടുള്ള വില എന്താണോ ആ ധനപരമായ മൂല്യമാണ് എന്ത് വാല്യൂ എന്ന് പറയുന്നേ? കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ആ ഒരു വസ്തുവിന്റെ ആയുഷ്കാലം കഴിഞ്ഞു അല്ലെ, ലൈഫ് ടൈം ഓഫ് ദ മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയലിന്റെ ലൈഫ് ടൈം, ആ ഒരു ആയുഷ്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമുക്കതിന് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു വസ്തുവിന് കിട്ടുന്ന മൂല്യം എത്രയാണ്? അതാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ എന്താ പറയുന്നത്? ടൈം വാല്യൂ അല്ലെ, അത് എത്ര കാലം ആ ഒരു വസ്തു നിലനിൽക്കും അല്ലെ. അതെങ്ങനെയാണ്? നമ്മൾ അതിനൊരു എക്സാമ്പിൾ പറയുന്നത് ഏതാ? നമ്മുടെ ആ ഒരു ഫാർമസിയുമായി ബന്ധപ്പെട്ട മെഡിസിൻസിന്റെ എക്സ്പയറി ഡേറ്റുകൾ അല്ലെ. ആ ഒരു എക്സ്പയറി ഡേറ്റിന് മുൻപാണെങ്കിൽ അതിന് മൂല്യമുള്ള വസ്തുവായിരിക്കും, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് മൂല്യമുണ്ടാവില്ല. ക്ലിയർ ആയോ? അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂ ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വലുത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസിൽ ഏതെങ്കിലും ചോദിക്കാറുണ്ട്. അതുപോലെ നെക്സ്റ്റ് വരുന്ന പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസിൽ ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതെന്നും ചോദിക്കാറുണ്ട് കേട്ടോ. ഏതാണ് തോയിബ? ഒന്നുകൂടി പറയണോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണോ പറയാൻ പറയുന്നേ? നോക്കി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂ കിട്ടാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാട്ടോ. ഫസ്റ്റ് വൺ പറഞ്ഞേതാ? ഫങ്ഷണൽ വാല്യൂ അല്ലെ, ആ ഒരു വസ്തുവിന്റെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ പ്രവർത്തനത്തെ ആശ്രയിച്ചുള്ള മൂല്യമാണ് ഫങ്ഷണൽ വാല്യൂ. അതിൽ അങ്ങനെ പ്രവർത്തനം, നമ്മളൊരു ഐഫോണിന്റെ കേസ് പറഞ്ഞില്ലേ, അത് അത്രയും നന്നായി പ്രവർത്തിക്കുന്ന ഒരു വസ്തുവാണ്, നല്ല ഫീച്ചേഴ്സും നല്ല രീതിയിലുള്ള എല്ലാ സവിശേഷതകളും ഉള്ളത് കൊണ്ട് തന്നെ നല്ല പ്രവർത്തനമാണ് അത് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് അതിന്റെ മൂല്യം അല്ലെങ്കിൽ മൂല്യത്തിൽ അതിന് വ്യത്യാസം ഉണ്ടാവും അല്ലെ. ഇപ്പൊ എത്ര രൂപ കൊടുത്ത് നമ്മൾ അത് എന്ത് ചെയ്യും? വാങ്ങാനായിട്ട് ആളുകളുണ്ട്. അപ്പൊ അത് അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുവിന്റെ മൂല്യമാണ്. എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു പഴയ വസ്തു കൊടുത്തുകൊണ്ട് പുതിയ ഒരെണ്ണം വാങ്ങുന്നു. അപ്പൊ ആ ഒരു പഴയ വസ്തു നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കൊരു വില കിട്ടില്ലേ, അതിനാണ് ആ ഒരു എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്. എസ്റ്റീം വാല്യൂ എന്ന് പറയുന്നത് ബഹുമാന മൂല്യം, അതായത് അന്തസ്സനുസരിച്ച് നമ്മൾ ആ ഒരു പ്രസ്റ്റീജ് കൂട്ടാനായിട്ട് നമ്മൾ മോഹവില കൊടുത്ത് സാധനങ്ങൾ വാങ്ങുക, അതാണ് ബഹുമാന മൂല്യം അല്ലെങ്കിൽ എസ്റ്റീം വാല്യൂ എന്ന് പറയുന്നത്. കോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താ? ആ ഒരു വസ്തുവിന്റെ യഥാർത്ഥ ധനപരമായ മൂല്യം എത്രയാണോ, യഥാർത്ഥ വില എത്രയാണോ ആ ഒരു കൃത്യമായ തുക കൊടുത്ത് നമ്മൾ ആ ഒരു സാധനം വാങ്ങുന്നു, അതാണ് കോസ്റ്റ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു വസ്തു ഉപയോഗശൂന്യമായി, ഇപ്പൊ നമ്മളൊരു ഫ്രിഡ്ജോ റെഫ്രിജറേറ്റർ ഏതെങ്കിലും എന്തോ ആയിക്കോട്ടെ, ടി വി ആയിക്കോട്ടെ, അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് അതിന്റെ ആ ഒരു കാലാവധി കഴിഞ്ഞു അല്ലെ, അതിനുശേഷം നമ്മൾ അത് കൊടുക്കുമ്പോൾ കിട്ടുന്ന മൂല്യം എത്രയാണ് എന്നുള്ളതാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ടൈം വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര നാളത് നിലനിൽക്കുന്നു. ഇപ്പൊ ഒരു എക്സ്പയറി ഡേറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ മിസ്, നമ്മുടെ ആ ഒരു ഫാർമസിയുമായി ബന്ധപ്പെട്ട മെഡിസിൻസിന്റെ കാര്യം, ആ ഒരു സംഭവം എക്സ്പയറി ഡേറ്റിന് മുൻപാണെങ്കിൽ ആ ഒരു വസ്തുവിന് മൂല്യമുണ്ട്, അതേസമയം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലോ ആ ഒരു വസ്തുവിന് മൂല്യമില്ലാതാവുന്നു അല്ലെ. അപ്പൊ എത്ര നാൾ അത് നിലനിൽക്കുന്നു ആ ഒരു വസ്തു എന്നതിനനുസരിച്ചാണ് ടൈം വാല്യൂ വരുന്നത്. ക്ലിയർ ആയോ തോയ്ബ? ക്ലിയർ ആയോ തോയ്ബയ്ക്ക്? ഓക്കെ, നെക്സ്റ്റ് നോക്കി, പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ്. ഈ വാല്യൂ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, ഉദ്ദേശ്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കി. ഫസ്റ്റ് പോയിന്റ്, റിമൂവൽ ഓഫ് ആൻ ഐറ്റം. എന്താണ് റിമൂവൽ ഓഫ് ആൻ ഐറ്റം? ഒരു വസ്തു അതിന്റെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നീക്കം ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിലും ഇപ്പൊ നമ്മളൊരു മെഷീൻ, ഒത്തിരി എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ, നമ്മുടെ മെഷീൻസ് ഒക്കെ നമ്മുടെ വീടുകളിൽ
വീടുകളിൽ ഉപയോഗിക്കാറില്ലേ? നമ്മളൊരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചു. അപ്പൊ നമ്മുടെ പഴയ ഫ്രിഡ്ജിന്റെ മൂല്യവും പുതിയ ഫ്രിഡ്ജും തമ്മിൽ അതിൽ ഏതിലായിരിക്കും കൂടുതൽ നമ്മൾ മൂല്യം കൊടുക്കുന്നത്? ഏതിനാണ് നമ്മൾ കൂടുതൽ മൂല്യം കൊടുക്കുക? ഏതിനായിരിക്കും? പഴയതിനാണോ പുതിയതായി വാങ്ങിച്ചതിനായിരിക്കോ നമ്മൾ കൂടുതൽ മൂല്യം കൊടുക്കുക അല്ലെങ്കിൽ കൂടുതൽ വാല്യൂ കൊടുക്കുക? പുതിയ ഒരെണ്ണത്തിനല്ലേ. അപ്പൊ പുതിയ ഒരെണ്ണം വരുമ്പോൾ നമ്മൾ പഴയത് എന്താ ചെയ്യാറ്? വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കോ? അതെന്ത് ചെയ്യും? അവിടെ നിന്ന് നീക്കം ചെയ്യും. ചിലപ്പോ മറ്റാർക്കെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്ക്രാപ്പ് വാല്യൂലേക്ക് കൊടുക്കും, അല്ലെ? സ്ക്രാപ്പിന് വേണ്ടി കൊടുക്കാം. അപ്പൊ അതാണ് പറയുന്നത്, ആ ഒരു വസ്തുവിന്റെ മൂല്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? വസ്തുക്കളെ നീക്കം ചെയ്യുന്നു. റിമൂവൽ ഓഫ് ആൻ ഐറ്റം. പുതിയ വരുന്ന വസ്തുക്കളുടെ മൂല്യങ്ങൾക്കനുസരിച്ച് ബാക്കിയുള്ളവ എന്ത് ചെയ്യും? നമ്മള് നീക്കം ചെയ്യും അല്ലെങ്കിൽ റിമൂവൽ ചെയ്യും. അപ്പൊ ഓരോ വസ്തുവിന്റെയും വാല്യൂ അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മൂല്യം അനുസരിച്ചാണ് ആ വസ്തുവിനെ നമ്മൾ അവിടെ നിലനിർത്തുന്നത്, അല്ലെ? അല്ലാത്തവയെ നമ്മൾ എന്ത് ചെയ്യും? നീക്കം ചെയ്യും. നമുക്ക് ഉപയോഗിക്കാനായിട്ട് ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ നമുക്ക് നല്ല മൂല്യമില്ല എന്ന് തോന്നുന്നതിനെ നമ്മൾ അവിടെ നിലനിർത്തുമോ? അതിനെ എന്ത് ചെയ്യും? നമ്മള് നീക്കം ചെയ്യും, അല്ലെ? അതാണ് റിമൂവൽ ഓഫ് ആൻ ഐറ്റം. Second, utilization of standard components for cost reduction. ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ കമ്പോണന്റുകളുടെ ഉപയോഗം. നമ്മൾ പറഞ്ഞതാണല്ലോ, അല്ലെ? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കണം, അല്ലെ? എന്തിനു വേണ്ടിയാ? നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെഷീൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്? എന്താണ് ഒരു ചീപ്പ് ക്വാളിറ്റിയിലുള്ളത് ഉപയോഗിക്കാതെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും നമുക്ക്? ലെസ് മെയിൻ്റനൻസ് ആയിരിക്കും. വെരി ഗുഡ്. എന്താണ്? നമുക്ക് അധികം ചെലവ് വരില്ല, അല്ലെ? പെട്ടെന്ന് കംപ്ലൈന്റുകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റനൻസ് ചാർജ് എന്ന് പറയുന്നത് കുറയ്ക്കാൻ പറ്റും. ഒത്തിരി നാൾ അത് എന്ത് ചെയ്യും? നന്നായി തന്നെ വർക്ക് ചെയ്യും, അല്ലെ? പുതിയ ഒരെണ്ണം നമ്മൾ അതിന് വേണ്ടി പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുള്ള ചെലവ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പർച്ചേസ് ചെയ്യുമ്പോഴും അതുപോലെയുള്ള, അതായത് ഒത്തിരി പെട്ടെന്ന് മെയിൻ്റനൻസ് വരാത്ത രീതിയിലുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിലവാരമുള്ള ഘടകങ്ങൾ ഉപയോഗിക്കുക. മൂന്നാമതായി എന്താ പറയുന്നത്? ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം. ഒരു വസ്തു, അല്ലെ? ഒരു സാധനത്തിന്റെ എല്ലാ സവിശേഷതകളും എന്ത് ചെയ്യുക? പരിശോധിക്കുക. ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ എല്ലാ സവിശേഷതകളും പരിശോധിക്കുക. നമ്മൾ അങ്ങനെയല്ലേ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ നമ്മൾ പോവാണ്. ആ സാധനത്തിന്റെ എല്ലാ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ക്വാണ്ടിറ്റി എങ്ങനെയുണ്ട്, അല്ലെ? എന്തൊക്കെയാണ് അതിന്റെ മറ്റു സവിശേഷതകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറില്ലേ ഒരു ഐറ്റം നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോ? അതുപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യണം? ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം. ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു നമ്മൾ വാങ്ങുമ്പോ അതിന് മുൻപ് അതിന്റെ എല്ലാ സവിശേഷതകളും പരിശോധിക്കുക. Then inspection of cheaper quality material for the advantages and use in an organization. എന്താണ്? ഒരു സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾ, അഡ്വാൻറ്റേജിന് അല്ലെങ്കിൽ അതുപോലെ തന്നെ യൂട്ടിലൈസേഷൻ, യൂസിന് വേണ്ടി, ഒരു സ്ഥാപനത്തിന്റെ ഉപയോഗത്തിനും നേട്ടങ്ങൾക്കും വേണ്ടി വളരെ വില കുറഞ്ഞ രീതിയിലുള്ള, എന്നാൽ വില കുറഞ്ഞതായിരിക്കണം, എന്നാലോ ഗുണനിലവാരമുള്ള മെറ്റീരിയൽസിന്റെ പരിശോധന. ഇൻസ്പെക്ഷൻ ഓഫ് cheaper quality materials for the advantages and use in an organization. ഒരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാവുമ്പോ ആ സ്ഥാപനത്തിലേക്ക് ആ സ്ഥാപനത്തിന്റെ നേട്ടത്തിനും അതുപോലെ തന്നെ സ്ഥാപനത്തിന് ഉപയോഗിക്കുന്നതിനുമായിട്ട് വില കുറഞ്ഞ ഗുണനിലവാരമുള്ള മെറ്റീരിയൽസിന്റെ എന്താണ് പരിശോധനകൾ നടത്തുക. അപ്പൊ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യാൻ പോയി എന്ന് വിചാരിക്കാം. നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാൻ പറയുന്നതാണ് കേട്ടോ. നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യാൻ പോയി. നമ്മൾ എപ്പോഴും ഇപ്പൊ ചിലപ്പോ ചിലർക്ക് ഒരു സ്വഭാവം ഉണ്ട്, ഒരു കടയിൽ മാത്രമേ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുകയുള്ളൂ. പല കടകളിൽ കയറി നോക്കൂ, അല്ലെ? പല കടകളിൽ ഈ സെയിം സാധനത്തിനുള്ള വിലയും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നത് അന്വേഷിച്ചിട്ട് നമ്മൾ എവിടെ നിന്നായിരിക്കും അത് പർച്ചേസ് ചെയ്യുന്നത്? എവിടെ നിന്നായിരിക്കും? ഇപ്പൊ ഒരു സാധനത്തിന് നമ്മൾ 4 കടയിൽ കയറി ആ ഒരു സാധനത്തിന് വേണ്ടിയുള്ള വിലയും കാര്യങ്ങളും ഒക്കെ നോക്കി. ഈ സെയിം സാധനം, അതായത് ഒരേ ക്വാളിറ്റിയിലുള്ള എല്ലാ കടകളിലും ഒരേ ക്വാളിറ്റിയിലുള്ള സാധനം തന്നെ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിന് മുൻപ് അത് കൂടാതെ മറ്റൊരു കാര്യം കൂടി നമ്മളത് നോക്കാറുണ്ട്. എന്താ മറ്റൊരു കാര്യം നോക്കുന്നത്?
ക്വാളിറ്റി. പ്രൈസ് കുറവുള്ള സ്ഥലത്ത് നിന്നായിരിക്കും നമ്മളത് വാങ്ങുക അല്ലെ. നമുക്കധികം ചെലവ് വരാൻ പാടില്ല എന്നല്ലേ നമ്മുടെ ബെനിഫിറ്റ്. അതല്ലേ നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നേ. ഒരു സ്ഥലത്ത് നിന്നല്ല, മറ്റു സ്ഥലങ്ങളിലും നമ്മൾ അതേ ക്വാളിറ്റിയിലുള്ള സാധനത്തെ കുറിച്ച് അന്വേഷിക്കാം. എന്നിട്ട് ഏറ്റവും വില കുറവുള്ളത് ഏത് കടയിലാണോ അവിടെ നിന്ന് നമ്മൾ ആ സാധനം പർച്ചേസ് ചെയ്യും അല്ലെ. ഇവിടെയും അതുപോലെ തന്നെയായിരിക്കണം പർച്ചേസിങ് ചെയ്യേണ്ടത്. എന്താണ്, ആ ഒരു സ്ഥാപനത്തിന് നേട്ടമുണ്ടാവുന്ന രീതിയിൽ, എന്നാൽ ആ സാധനം വാങ്ങിച്ച സാധനം നന്നായി ഉപയോഗിക്കാനും പറ്റണം അല്ലെ. ആ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആ വാങ്ങിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുക, നല്ല വില കുറവിന് വേണം, എന്നാൽ നല്ല ഗുണനിലവാരമുള്ള വസ്തുക്കളാണോ എന്നുള്ളത് കൂടി പരിശോധിക്കുക. Then last എന്താ പറയുന്നേ, inspection of alternative sources and price in relation to the money to be spent. എന്താണ്, നമുക്ക് ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടതായിട്ടുള്ള പണത്തിന്റെ സ്രോതസ് എന്ത് ചെയ്യുക, പരിശോധിക്കുക. ഇൻസ്പെക്ഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് സോഴ്സ് ആൻഡ് പ്രൈസ് ഇൻ റിലേഷൻ ടു ദ മണി ടു ബി സ്പെൻഡ് അല്ലെ. എത്ര രൂപ നമ്മൾ അതിന് ചിലവഴിക്കേണ്ടതുണ്ട്, ആ ഒരു പർച്ചേസിങ്ങിന് വേണ്ടി നമ്മൾ എത്ര രൂപ ആ ഒരു സാധനത്തിൽ വാങ്ങുന്നതിന് വേണ്ടി ചിലവഴിക്കേണ്ടതുണ്ട്, അതിന്റെ പ്രധാന സോഴ്സ് അല്ലെ, ആ ഒരു പണത്തിന്റെ സ്രോതസ് അല്ലെങ്കിൽ സോഴ്സ് എന്താണെന്നുള്ളത് പരിശോധിക്കുക. ആൻഡ് റിയലൈസേഷൻ ഓഫ് ഇറ്റ്സ് വർത്ത് ഇൻ ഡ്യൂ കോഴ്സ്. എന്താണ്, അതിന്റെ ആ ഒരു വസ്തുവിന്റെ യഥാർത്ഥ മൂല്യം എന്താണ് അല്ലെ. നമ്മളിപ്പോ ചോദിക്കാറല്ലേ, ചില സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ ചോദിക്കാറില്ലേ, ആ കൊടുത്ത തുകയ്ക്ക് വർത്താണോ ആ സാധനം എന്ന് ചോദിക്കാറില്ലേ. നമ്മളൊരു 500 രൂപയോ അല്ലെങ്കിൽ 600 രൂപയോ കൊടുത്ത് എന്തെങ്കിലും ഒരു സാധനം വാങ്ങി നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കാറില്ലേ, ഇതെങ്ങനെയാണ്, ആ ഒരു തുകയ്ക്ക് വർത്താണോ എന്ന് നമ്മൾ മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം ചോദിക്കാറില്ലേ. ആ ഒരു തുകയ്ക്ക് കൃത്യമായ ആ ഒരു തുകയ്ക്കുള്ള സാധനം ഇതുണ്ടോ എന്നുള്ളത് ചോദിക്കാറില്ലേ. അത് തന്നെ ഇവിടെ എന്താ ചെയ്യുന്നത്, ആ ഒരു വസ്തു നമ്മൾ വാങ്ങാൻ പോകുമ്പോ ആ ഒരു വിലയ്ക്കുള്ള, അതായത് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു വർത്ത് അല്ലെങ്കിൽ യഥാസമയം അതിന്റെ ആ ഒരു മൂല്യം എന്ത് ചെയ്യണം, തിരിച്ചറിയുക. ഒരു സാധനത്തിന്റെ മൂല്യം എത്രയാണ് എന്നുള്ളത് എന്താണ്, കൃത്യമായിട്ട് അത് തിരിച്ചറിയുകയും വേണം. എന്തൊക്കെയായിരുന്നു പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് റിമൂവൽ ഓഫ് ആൻ ഐറ്റം അല്ലെ. ആ ഒരു വസ്തുവിന്റെ വാല്യൂ അനുസരിച്ച് എന്ത് ചെയ്യുക, ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഐറ്റത്തെ നീക്കം ചെയ്യുക. അത് നമ്മൾ പറഞ്ഞിരുന്ന പുതിയതായിട്ട് വരുന്ന ഐറ്റംസ് മൂല്യമുള്ളതാണെങ്കിൽ പഴയ വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നു, നീക്കം ചെയ്യുന്നു അല്ലെ. അതാണ് റിമൂവൽ ഓഫ് ആൻ ഐറ്റം. രണ്ടാമതായി പറഞ്ഞത് യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കമ്പോണൻസ് ഫോർ കോസ്റ്റ് റിഡക്ഷൻ. ചിലവ് കുറയ്ക്കുന്നതിനായിട്ട് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിലവാരമുള്ള കമ്പോണൻസിന്റെ ഉപയോഗം അല്ലെ. നിലവാരമുള്ള മെഷീൻസ് ആവാം, മറ്റേത് ഉപകരണങ്ങളോ അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽസും നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നിലവാരമുള്ളതാണോ അത് അങ്ങനെയുള്ളതായിരിക്കണം ഉപയോഗിക്കേണ്ടത് അല്ലെ. നമുക്ക് മെയിൻ്റനൻസ് ചാർജ് മുതലായ മറ്റു ഒരുപാട് ചിലവുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. തേർഡ് വൺ എന്താ പറഞ്ഞേ, ഇൻസ്പെക്ഷൻ ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഐറ്റം. ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ എല്ലാ സവിശേഷതകളും പരിശോധിച്ചു കൊണ്ടായിരിക്കണം പർച്ചേസിങ് ചെയ്യേണ്ടത് അല്ലെ. അതിനനുസരിച്ച് അതിന് എത്ര മൂല്യമുണ്ട് എന്നതിനനുസരിച്ചായിരിക്കണം സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. അതിപ്പോ ക്വാളിറ്റിയിലാവാം, ക്വാണ്ടിറ്റിയിലാവാം, മറ്റതിന്റെ പ്രവർത്തന ഫങ്ഷൻസിലാവാം, അതെല്ലാ രീതിയിലുമുള്ള സവിശേഷതകളും പരിശോധിക്കുക. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ഇൻസ്പെക്ഷൻ ഓഫ് cheaper quality materials for the advantages and use in an organization. ഒരു സ്ഥാപനം അതിന്റെ നേട്ടങ്ങൾക്കും അതുപോലെ അവിടെ ഉപയോഗിക്കുന്നതിനുമായിട്ട് നമ്മളുള്ള മെറ്റീരിയൽസ് അല്ലെ, നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കണം, വില കുറവുള്ളതോ എന്നാൽ ഗുണനിലവാരത്തിലുള്ളതുമായ വസ്തുക്കൾ അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെ പരിശോധന അല്ലെ. നമ്മൾ പറഞ്ഞു അല്ല, ഒരു കടയിൽ ഒരു സെയിം ക്വാളിറ്റിയിലുള്ള സാധനം തന്നെയായിരിക്കും, പക്ഷെ എവിടെ നിന്നാണോ വില കുറവിന് നമുക്ക് ആ സെയിം സാധനം കിട്ടുന്നത് അവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ബെനിഫിറ്റ്, അതായത് പൈസ കുറവ് കൊടുത്താൽ അതിന്റെ ലാഭം ആർക്കാണ്, ആ വാങ്ങുന്ന സ്ഥാപനത്തിനാണ് അല്ലെ. ഹോസ്പിറ്റലാണെങ്കിൽ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകണമെങ്കിൽ, നമ്മളാണെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അധികം തുക ചെലവായിട്ടില്ലെങ്കിൽ അതിന്റെ ലാഭം നമുക്കല്ലേ കിട്ടുന്നത്. അപ്പൊ അതുപോലെ അവർ
പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്നാൽ വില കുറവുള്ളതായിരിക്കണം, എന്നാൽ ഗുണമേന്മ അല്ലെങ്കിൽ ഗുണനിലവാരമുള്ളതുമായിരിക്കണം ആ വസ്തു എന്ന് പറയുന്നത്. അതിനനുസരിച്ചായിരിക്കണം, അത് പരിശോധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഒരു സാധനങ്ങള് പർച്ചേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വാങ്ങാനായിട്ട്. Then ലാസ്റ്റ് പറഞ്ഞത് എന്താ? ഇൻസ്പെക്ഷൻ ഓഫ് alternative source and price in relation to the money to be spent and realization of its worth in due course. എന്താണ് ആ ഒരു നമുക്ക് ചിലവഴിക്കാൻ, നമ്മൾ ആ ഒരു സാധനം വാങ്ങുന്നതിന് വേണ്ടി നമുക്ക് ചിലവഴിക്കേണ്ടതായുള്ള പണത്തിന്റെ സ്രോതസ് അല്ലെങ്കിൽ സോഴ്സ് എന്ത് ചെയ്യുക? പരിശോധിക്കുക. ആൻഡ് റിയലൈസേഷൻ ഓഫ് ഇറ്റ്സ് വർത്ത് ഇൻ ഡ്യൂ കോഴ്സ്, ആ ഒരു വസ്തുവിന്റെ യഥാർത്ഥ മൂല്യം യഥാസമയം തിരിച്ചറിയുക. ശരിയായ മൂല്യം എത്രയാണോ എന്നുള്ളത് കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഒരു വസ്തു വാങ്ങേണ്ടത്. ക്ലിയർ ആയോ? ഒരു പർപ്പസ് ഓർ എയിംസ് ഇൻ ഡൂയിങ് വാല്യൂ അനാലിസിസ് ക്ലിയർ ആയോ ആ പോയിന്റ്സ്? ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മൾ മെയിൻ ആയിട്ടുള്ള പർച്ചേസിംഗ് വിഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്, മെയിൻ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഒരു ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോളാം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് എ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഫ്ലോ ചാർട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. നോക്കി, മെറ്റീരിയൽസ് മാനേജർ നമ്മൾ പറഞ്ഞു അല്ലെ, ഹെഡായി തലവനായി വരുന്നത് മെറ്റീരിയൽസ് മാനേജർ ആണ്. അപ്പൊ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടായാലും സ്റ്റോറുമായി ബന്ധപ്പെട്ടായാലും എല്ലാത്തിന്റെയും പ്രധാന ഹെഡായി വരുന്നത് ആരാണ്? മെറ്റീരിയൽസ് മാനേജർ ആണ്. അവരുടെ കീഴിൽ രണ്ട് വിഭാഗമായി തിരിച്ചാണ് ബാക്കി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിൽ ഒരെണ്ണം എന്താണ്? പർച്ചേസിംഗിന് വേണ്ടിയുള്ള ഒരു വിഭാഗവും മറ്റൊന്ന് എന്താ? സ്റ്റോറിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റോഴ്സുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം. അങ്ങനെ രണ്ട് വിഭാഗമായി തിരിച്ചിരിക്കുന്നു. അതിൽ പർച്ചേസിംഗിന് വേണ്ടിയിട്ടുള്ള വിഭാഗത്തിലുള്ളത് ആരൊക്കെയാ? പർച്ചേസ് മാനേജർ. മെറ്റീരിയൽസ് മാനേജറുടെ കീഴില് പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട് വരുന്നത് ആരാണ്? പർച്ചേസ് മാനേജർ വരുന്നുണ്ട്. അതിന് കീഴിലായിട്ട് അസിസ്റ്റന്റ് മാനേജർ വരുന്നുണ്ട്. അതിന് കീഴിലായിട്ട് ആരാ പറഞ്ഞേ? പർച്ചേസ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഇനി സ്റ്റോറുമായി ബന്ധപ്പെട്ട് നോക്കി, ആരാണ് മെറ്റീരിയൽസ് മാനേജറുടെ കീഴിൽ വരുന്നത്? സ്റ്റോഴ്സ് മാനേജർ. സ്റ്റോഴ്സ് മാനേജർ ആണ് വരുന്നത്. അതിന് കീഴില് അസിസ്റ്റന്റ് മാനേജർ വരുന്നുണ്ട്. അതിന് കീഴില് സ്റ്റോർ കീപ്പർ വരുന്നുണ്ട്. അപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് രണ്ട് വിഭാഗമായി തിരിച്ചാണ് നമ്മൾ ചെയ്ത് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഒന്ന് പർച്ചേസിന് വേണ്ടിയിട്ടും ഒന്ന് സ്റ്റോറിങ്ങിന് വേണ്ടിയിട്ടും. അതിലെ പർച്ചേസുമായി ബന്ധപ്പെട്ട പർച്ചേസ് മാനേജർ ഉണ്ടാവും, അസിസ്റ്റന്റ് മാനേജേഴ്സ് ഉണ്ടാവും, പർച്ചേസ് അസിസ്റ്റന്റുകൾ ഉണ്ടാവും. സ്റ്റോറുമായി ബന്ധപ്പെട്ട് സ്റ്റോഴ്സ് മാനേജേഴ്സ് ഉണ്ടാവും, അസിസ്റ്റന്റ് മാനേജേഴ്സ് ഉണ്ടാവും, സ്റ്റോർ കീപ്പേഴ്സ് ഉണ്ടാവും. ആ ഒരു ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ക്ലിയർ ആണോ? അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ആ ഒരു പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാലോ. പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും സ്റ്റോറുമായി ബന്ധപ്പെട്ടാണെങ്കിലും കണക്ട് ചെയ്ത് പഠിക്കാലോ. നെക്സ്റ്റ് നമ്മൾ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. എന്താണ് പർച്ചേസിംഗ്, ഏതൊക്കെ ടൈപ്പിൽ നമുക്ക് പർച്ചേസിംഗ് ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. പക്ഷെ എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നോക്കി, എന്താണ് ഒരു പർച്ചേസിംഗ്? നോക്കി, purchasing is the arranged acquisition of goods and services for the buying entity. എന്താണ്? ആരാണ് ആ ബൈയിങ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു വാങ്ങുന്ന സ്ഥാപനം അല്ലെങ്കിൽ ഇപ്പൊ വാങ്ങുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാകും അല്ലെ. നമ്മളാണ് പർച്ചേസിംഗ്, നമ്മളാണ് ആ ബൈയിങ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതേസമയം സ്ഥാപനമാണ് അത് വാങ്ങുന്നതെങ്കിലോ ആ ഒരു സ്ഥാപനമാണ് ആ വാങ്ങുന്ന എൻറ്റിറ്റി അല്ലെങ്കിൽ ആ വാങ്ങുന്ന സ്ഥാപനത്തെ അല്ലെ. ആ ഒരു വാങ്ങുന്ന സ്ഥാപനമാവാം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം. അവർക്ക് ഗുഡ്സ് ആൻഡ് സർവീസുകൾ അല്ലെ, സേവനങ്ങളും സാധനങ്ങളും സേവനങ്ങളും ക്രമീകരിച്ച് ലഭ്യമാക്കുന്നതിനെയാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ? നമ്മളാണെങ്കിൽ ഇപ്പൊ ഒരു സാധനം, ഒരു ഗുഡ്സോ സർവീസസോ സാധനങ്ങളോ സേവനങ്ങളോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പർച്ചേസിംഗ് ചെയ്യണം അല്ലെ. അപ്പൊ പർച്ചേസിംഗ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്? ഒരു അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ക്രമീകരിച്ച രീതിയിലായിരിക്കണം നമുക്കത് ലഭ്യമാകേണ്ടത്. അതിനെയാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ബൈയിങ് എൻറ്റിറ്റി വാങ്ങുന്ന ആ ഒരു സ്ഥാപനമാവാം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയാവാം. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ഒരു ക്രമീകരിച്ച രീതിയിൽ ലഭ്യമാക്കുന്നതിനെയാണ്
പർച്ചേസിംഗ് എന്ന് പറയുന്നത്. Then purchasing activities are required to make sure that required items are acquired in a timely manner and at a reasonable cost. ഇനി പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? to make sure ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യം എന്താ? that required items ആവശ്യമായ സാധനങ്ങൾ acquired in a timely manner സമയബന്ധിതമായിട്ടും അതുപോലെ തന്നെ റീസണബിൾ കോസ്റ്റ് ന്യായമായ വിലയിലും ലഭ്യമാക്കുക. അല്ലെ? പർച്ചേസിംഗ് എന്ന് പറയുന്ന അതിൽ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങളെല്ലാം എന്താണ് ഉറപ്പുവരുത്തേണ്ടത്? ആവശ്യമായ സാധനങ്ങൾ സമയബന്ധിതമായും അതുപോലെ ന്യായമായ വിലയിലും ആളുകൾക്ക് ലഭ്യമാക്കുക എന്നുള്ളത് എന്തുറപ്പുവരുത്തണം? പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉറപ്പുവരുത്തേണ്ടതാണ്. Then purchasing done as per the needs or activities undertaken by the hospital. Purchasing അല്ലെങ്കിൽ വാങ്ങൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിന്റെ ആവശ്യങ്ങൾ, ഹോസ്പിറ്റൽ ഏറ്റെടുത്ത ആവശ്യങ്ങളാവാം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെ അനുസരിച്ചാണ് പർച്ചേസിംഗ് നടത്തുന്നത്. അല്ലെ? ഹോസ്പിറ്റൽ പുതിയൊരു സർവീസ് കൊണ്ടുവന്നാൽ അവിടെ കൂടുതൽ പർച്ചേസിംഗ് വേണം, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടി വിപുലീകരിച്ച ആളുകൾക്ക് കുറച്ചുകൂടി ട്രീറ്റ്മെന്റും കെയർ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് അവിടെ പർച്ചേസ് ചെയ്യേണ്ടേ? ഹോസ്പിറ്റൽ ഏറ്റെടുക്കുന്ന ആവശ്യങ്ങളാവാം അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പർച്ചേസിംഗ് നടക്കുന്നത്. 3 കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞത്. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസിംഗ് എന്ന് പറയുന്നത് ആ വാങ്ങുന്ന സ്ഥാപനമാവാം അല്ലെങ്കിൽ ആ ഒരു വാങ്ങുന്ന വ്യക്തിക്ക് സാധനങ്ങളും സേവനങ്ങളും ക്രമീകരിച്ച രീതിയിൽ ലഭ്യമാക്കുന്നതിനെയാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയോ? എന്താണ് പർച്ചേസിംഗ് എന്നുള്ളത് ക്ലിയർ ആയോ? എന്താണ് ഒരു റെസ്പോണ്ട് ഇല്ലാത്തെ? ഓക്കെ. നെക്സ്റ്റ് നോക്കി, പർച്ചേസിംഗ് ആക്ടിവിറ്റി എന്താണ് ഉറപ്പുവരുത്തേണ്ടത്? അല്ലെങ്കിൽ പർച്ചേസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താ? ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പൊ നമുക്കൊരു സാധനം ആവശ്യമാണ്, നമ്മളത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവർക്ക് നമുക്ക് എന്ത് ചെയ്യണം? ആവശ്യമായ സാധനങ്ങള് ശരിയായ അല്ലെങ്കിൽ സമയബന്ധിതമായ അല്ലെ കൃത്യമായ സമയത്ത് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണ്ടേ? അല്ലെങ്കിൽ നമുക്ക് തരണ്ടേ? ഓർഡർ അനുസരിച്ച് നമുക്ക് വാങ്ങാനായിട്ടല്ലേ നമുക്ക് എത്തിക്കണ്ടേ? അപ്പൊ അവിടെ എന്താ? കൃത്യമായ അല്ലെങ്കിൽ ആവശ്യമായ സാധനങ്ങൾ acquired in a timely manner സമയബന്ധിതമായും at a reasonable cost ന്യായമായ വിലയിലും ലഭ്യമാക്കുക എന്നുള്ളതാണ് പർച്ചേസിംഗിൽ വരേണ്ടത് ഏറ്റവും ഉറപ്പുവരുത്തേണ്ടത്. പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം. നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് അത് ലഭ്യമാക്കി തരണം അല്ലെ? അതുപോലെ തന്നെ കൃത്യമായ വിലയായിരിക്കും, ഒരു ന്യായമായ വിലയിലായിരിക്കണം നമുക്കത് ലഭ്യമാക്കേണ്ടത്. അത് ഉറപ്പുവരുത്തേണ്ടത് പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Then purchasing done as per the needs or activities undertaken by the hospital. ഹോസ്പിറ്റല് എന്താണ് ഏറ്റെടുത്തതായിട്ടുള്ള ആവശ്യങ്ങളോ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പർച്ചേസിംഗ് നടത്തുന്നത്. ക്ലിയർ ആയോ ആ ഒരു പാരഗ്രാഫ്? ക്ലിയർ ആയോ? എന്താണ് പർച്ചേസിംഗ്? ക്ലിയർ ആയോ? ഓക്കെ. Then next നമ്മൾ കിടക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നോക്കിയേ. ഇവിടെ നിങ്ങള് ഒരു കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ട് കേട്ടോ, അതൊന്ന് ക്ലിയർ ചെയ്യണം. അപ്പൊ അതിന് പറയുമ്പോ നമ്മൾ അത് പറയുന്ന സമയത്ത് ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മള് ഇതിൽ ആദ്യം തന്നെ നിങ്ങളോട് പറയാം, നമ്മള് മെറ്റീരിയൽസ് ഇതിപ്പോ നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലേ? അപ്പൊ അതിൽ ഇവിടെ നമ്മൾ ഒരു കാര്യം പറയുന്നുണ്ട് പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട്. അത് 6R അടിസ്ഥാനത്തിലാണ്. അതുപോലെ മറ്റെവിടെയെങ്കിലും നിങ്ങൾ പഠിച്ചോ? ഇവിടെ 6R അടിസ്ഥാനത്തിലാണ് പർച്ചേസിംഗ് നടത്തുന്നത്. വേറെ ഏതെങ്കിലും ചാപ്റ്ററില് ഇതുപോലത്തെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ചാപ്റ്ററില്? ഇവിടെ 6R അടിസ്ഥാനത്തിലാണെങ്കിൽ മാർക്കറ്റിംഗിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞേ? മാർക്കറ്റിംഗിൽ എങ്ങനെയാ?
6R പകരം അവിടെ എന്താ വരുന്നത്? വെരി ഗുഡ്, 4Ps അല്ലെ? 4Psനുസരിച്ചാണ് മാർക്കറ്റിംഗ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ മെറ്റീരിയൽസ് മാനേജ്മെന്റില് പർച്ചേസിംഗ് എന്ന് പറയുന്നത് 6R അടിസ്ഥാനത്തിലാണ്. ഏതൊക്കെയാണ് 6R എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കി, ഫസ്റ്റ് വൺ ആണ് ടു ഗെറ്റ് ദ റൈറ്റ് ക്വാളിറ്റി. ഒന്ന് നമ്പർ കൊടുത്തേ. ഇതിന് മുകളിൽ റൈറ്റ് ക്വാളിറ്റി. ഫസ്റ്റ് R വരുന്നത് റൈറ്റ് ക്വാളിറ്റി, ശരിയായ ഗുണമേന്മയിലുള്ള അല്ലെങ്കിൽ ശരിയായ ഗുണനിലവാരത്തിലുള്ള അല്ലെ. ആൻഡ് റൈറ്റ് ക്വാണ്ടിറ്റി, ശരിയായ അളവില് അല്ലെ. ആൻഡ് റൈറ്റ് പ്രൈസ്, എന്താണ്? ശരിയായ വിലയിലും. ഫ്രം എ റൈറ്റ് എന്നാണ് കേട്ടോ അവിടെ. നൈറ്റ് എന്നാ കിടക്കുന്നത്, ആറാക്കുക കേട്ടോ. റൈറ്റ് വെൻഡർ ഓർ സോഴ്സ്, റൈറ്റ് വെൻഡർ ഓർ സോഴ്സ്. അപ്പൊ ഏതൊക്കെ ആറുന്നതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. റൈറ്റ് ക്വാളിറ്റിയുടെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുക. റൈറ്റ് ക്വാണ്ടിറ്റി അതിനടിയിൽ അണ്ടർലൈൻ ചെയ്യുക. റൈറ്റ് പ്രൈസ്, എന്താണ്? ശരിയായ വില, അണ്ടർലൈൻ ചെയ്യുക. ഫ്രം എ റൈറ്റ് വെൻഡർ ഓർ സോഴ്സ്, ശരിയായ വെൻഡർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരല്ലേ. ശരിയായ കച്ചവടക്കാരിൽ നിന്ന് അല്ലെങ്കിൽ ശരിയായ ഉറവിടത്തിൽ നിന്നുള്ള നമ്മുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം അല്ലെ. നെക്സ്റ്റ് വെൻഡർ റേറ്റിംഗ് ഇവാലുവേഷൻ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ, അപ്പൊ പറയാം. നെക്സ്റ്റ് എന്താണ്? അറ്റ് ദ റൈറ്റ് ടൈം, ശരിയായ സമയത്ത്. ആൻഡ് അറ്റ് എ റൈറ്റ് പ്ലേസ്, ശരിയായ സ്ഥലത്തും. കിട്ടിയോ? ഒരാറെണ്ണം പറയുന്നത് കിട്ടിയോ? റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്രൈസ് ആൻഡ് റൈറ്റ് വെൻഡർ ഓർ സോഴ്സ്, റൈറ്റ് ടൈം, ദെൻ റൈറ്റ് പ്ലേസ്. കിട്ടിയോ ആറെണ്ണം? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, അതിൽ വരുന്ന ആ ഒരു നൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ആക്കണം കേട്ടോ. നിങ്ങൾ പിന്നീട് അത് വായിക്കുമ്പോ കൺഫ്യൂഷൻസ് വരും, അതുകൊണ്ടാ പറയുന്നത്. ഇനി നിങ്ങൾ തിരുത്തേണ്ടതായിട്ടുള്ള കാര്യം, ആ ഓഫ് ഡെലിവറി കിടക്കുന്നത് കണ്ടോ? ഓഫ് ഡെലിവറി, അതിൽ ആ ഒരു ബ്രാക്കറ്റ് കണ്ടോ? ആ ഒരു ബ്രാക്കറ്റ് വേണ്ട, ആ ഒരു രണ്ട് ബ്രാക്കറ്റും വേണ്ട. അവിടെ അങ്ങനെ ഒരു സെന്റൻസ് ബ്രാക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അത് ഒരുമിച്ച് പറയുന്നതാണ് കേട്ടോ. ആ ഒരു ബ്രാക്കറ്റ് നമുക്ക് വേണ്ട. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇടുക. ഡെലിവറി കഴിഞ്ഞ് ഒരു ഹൈഫൺ ഇട്ടിട്ട് ആ 1 വെട്ടിക്കളഞ്ഞേക്കാം കേട്ടോ. 6 hours ഓഫ് പർച്ചേസിംഗ് നോക്കാം. 6 hours ഓഫ് പർച്ചേസിംഗ്. കിട്ടിയോ? എല്ലാവരും ചെയ്തോ? ക്ലിയർ ആക്കിയത്? ഓക്കെ. ഇനി ഒന്ന് വായിച്ചു നോക്കിയേ, എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് 6 അല്ലെ 6 Rsന്റെ അടിസ്ഥാനത്തിലാണ് പർച്ചേസിംഗ് നടക്കുന്നത്. നമ്മുടെ മാർക്കറ്റിംഗില് 4Psന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ 6 Rsന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നടക്കുന്നത്? പർച്ചേസിംഗ് നടക്കുന്നത്. അത് ഏതൊക്കെയാണ്? ശരിയായ ഗുണമേന്മയിലുള്ളവ അല്ലെ, ശരിയായ ഗുണനിലവാരത്തിലുള്ളവ, ശരിയായ അളവിലും ശരിയായ വിലയിലും ശരിയായ കച്ചവടക്കാർ അല്ലെങ്കിൽ ഉറവിടത്തിൽ at the right time, ശരിയായ സമയത്ത് അല്ലെ, at a right place, ശരിയായ സ്ഥലത്തും ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് പർച്ചേസിംഗ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ 6 പീസ് ഓഫ് 6 പീസ് അല്ലെങ്കിൽ 6 അല്ലെ, 6 ആണ്. 6 hours ഓഫ് പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ ഈ 6 എണ്ണവും ഉൾപ്പെടുന്നുണ്ട്. ഇതെല്ലാ രീതിയിലും, അതായത് നല്ല ക്വാളിറ്റിയിലുള്ളതായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. അത് പർച്ചേസ് ചെയ്ത് നമ്മൾ സാധനം വാങ്ങിക്കില്ലേ, നമ്മൾ ആ ഒരു പർച്ചേസിംഗ് വഴി സാധനം വാങ്ങിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടണം. ആ ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ അത് ശരിയായ ക്വാളിറ്റിയിലുള്ളതാണ്, ശരിയായ ക്വാണ്ടിറ്റി ആണോ, ശരിയായ വിലയിലുള്ളതാണോ, ശരിയായ കച്ചവടക്കാർ അല്ലെങ്കിൽ ഉറവിടത്തിൽ നിന്നാണോ നമ്മൾ അത് വാങ്ങുന്നത്, ശരിയായ സമയത്ത്. അതാണ് ഡെലിവറി പീരീഡ് എന്ന് പറഞ്ഞത്. ശരിയായ സമയത്ത് ഇപ്പൊ നമ്മള് നിങ്ങളൊക്കെ ഓൺലൈനിൽ വാങ്ങുന്നതല്ലേ, ആമസോണിന്നോ ഫ്ലിപ്കാർട്ടിന്നോ അല്ലെ മീഷോ, അങ്ങനെ കുറെ സൈറ്റുകളുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ നിങ്ങൾ സാധനം വാങ്ങുമ്പോൾ നമ്മൾക്ക് ഇപ്പൊ എപ്പോഴും നമ്മൾ ആ സാധനം വാങ്ങുന്ന സമയത്ത് നമുക്ക് ശരിയായ സമയത്ത് അവർ കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ നമുക്ക് അവരോടുള്ള ഒരു മനോഭാവം എന്തായിരിക്കും? നമ്മൾ പിന്നെ ശരിയായ ക്വാളിറ്റിയിലുള്ളതല്ല എങ്കിൽ നമുക്ക് അവരോട് പിന്നെ നമ്മൾ അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യോ?
നമുക്കത് ശരിയായ ഒരു ക്വാളിറ്റിയിലും ശരിയായ സമയത്തും ഒന്നും കൊണ്ടു തന്നില്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യില്ല അല്ലെ. അപ്പൊ എപ്പോഴും ആ സാധനം ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഡെലിവറി ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യണം, ശരിയായ സമയത്ത് കൊടുക്കണം. അതുപോലെ ശരിയായ സ്ഥലത്തും വിതരണം ചെയ്യണം അല്ലെങ്കിൽ ഡെലിവർ ചെയ്യണം. അതാണ് 6 hours ഓഫ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയോ? അത്രയും ക്ലിയർ ആണോ? 6 hours ഓഫ് പർച്ചേസിംഗ് ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്ത് വെച്ചോ എല്ലാരും? Okay. Then other objectives include keeping the constant flow of materials and to guarantee higher productivity. ഇനി എന്താണ് മറ്റു ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? കീപ്പിംഗ് ദ കോൺസ്റ്റന്റ് ഫ്ലോ അല്ലെ, ഒരു നിരന്തരമായ ഒഴുക്ക് എന്തിന്റെ? ഈ മെറ്റീരിയൽസിന്റെ ഒരു കോൺസ്റ്റന്റ് ഫ്ലോ അല്ലെങ്കിൽ നിരന്തരമായ ഒഴുക്ക് നിലനിർത്തുക. ആൻഡ് ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി, ഉയർന്ന ഉത്പാദനക്ഷമത നിലനിർത്തുക. എന്താ പറയുന്നത് ഇവിടെ? അവിടെ നമ്മളിപ്പോ പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഹോസ്പിറ്റലുമായിട്ട് നിങ്ങൾ ഒരു പർച്ചേസിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ചു നോക്കാം. നമ്മളൊരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരാറില്ലേ? ഒത്തിരി സാധനങ്ങൾ അവിടെ ആവശ്യമായിട്ട് വരും. അപ്പൊ നമുക്ക് ഒരു വർഷം ഒരു പ്രാവശ്യം മാത്രം നമുക്ക് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഡെലിവറി ചെയ്താൽ മതിയാവോ? ഇല്ല. അവിടെ സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് നമുക്ക് നിരന്തരമായിട്ട് അവിടേക്ക് മെറ്റീരിയൽസിന്റെ ആ ഒരു ഫ്ലോ വേണം അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയൽസിന്റെ ഫ്ലോ എങ്ങനെയായിരിക്കണം? കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് അല്ലെ. ആ ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് ഈ സാധനങ്ങൾ എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്ത് അവിടെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ അവിടെ ഒരു ഒഴുക്ക് നടക്കുന്നില്ലേ? മെറ്റീരിയൽസിന്റെ ഒരു നിരന്തരമായ ഒരു കോൺസ്റ്റന്റ് ഫ്ലോ അല്ലെങ്കിൽ ഒഴുക്കിനെ എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക, നിലനിർത്തുക. ആൻഡ് to guarantee higher productivity, ഉയർന്ന ഉൽപാദനക്ഷമത അല്ലെ. ഉയർന്ന ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് എന്താ? നമ്മൾ പർച്ചേസ് ചെയ്ത് വാങ്ങുന്ന ഓരോ പ്രൊഡക്റ്റും, മെറ്റീരിയൽസ് ആവാം, മെഷീൻസ് ആവാം, അങ്ങനെ എന്തുമായിക്കോട്ടെ, അത് നന്നായി പ്രവർത്തിക്കുന്ന രീതിയിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള പർച്ചേസ് ചെയ്ത് വാങ്ങുന്ന സാധനങ്ങൾ അങ്ങനെയുള്ളവയായിരിക്കണം. അതാണ് അവിടുത്തെ പ്രൊഡക്ടിവിറ്റി, ഹയർ പ്രൊഡക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വാങ്ങുന്ന ഓരോ ഉൽപ്പന്നവും നന്നായി പ്രവർത്തിക്കുന്ന നല്ല രീതിയിൽ ഉൽപാദനക്ഷമതയുള്ളവയാണോ എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? അത് ആ ഒരു സെന്റൻസ് ക്ലിയർ ആയോ? എപ്പോഴും നമ്മുടെ ആ ഒരു സ്റ്റോക്കിനനുസരിച്ച്, സ്റ്റോക്ക് തീരുന്നതിനനുസരിച്ച് പർച്ചേസിങ് നടന്നുകൊണ്ടേയിരിക്കണം അല്ലെ. അല്ലാതെ പർച്ചേസിങ് ഒരു പ്രാവശ്യം ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തു, അത് കഴിഞ്ഞ് എല്ലാം തീർന്നിട്ടല്ലല്ലോ നമ്മുടെ അടുത്തത് പർച്ചേസ് ചെയ്യുന്നത്. ഏതൊക്കെയാണോ സ്റ്റോക്ക് തീരുന്നത് അതിനനുസരിച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ ഒരു കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസിന്റെ ഒരു നിരന്തരമായ ഒരു ഒഴുക്ക് നിലനിർത്തുക. രണ്ടാമതായി പറഞ്ഞത് വാങ്ങുന്ന ഓരോ പ്രൊഡക്റ്റും നല്ല രീതിയിൽ ഉൽപാദനക്ഷമതയുള്ളത്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിലുള്ളതാണോ എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, നേരത്തെ മിസ് പറഞ്ഞില്ലായിരുന്നോ, ഇവിടെ വെൻഡർ റേറ്റിംഗ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു പോയിന്റ് കിടപ്പുണ്ട്. നമുക്കത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു വെൻഡറിന്റെ ഇവാലുവേഷൻ അല്ലെങ്കിൽ വെൻഡർ അല്ലെങ്കിൽ കച്ചവടക്കാരെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം, കുറച്ച് കാര്യങ്ങൾ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കിയേ, ഇത്രയും ആ ഒരു പാരഗ്രാഫ്, ആദ്യത്തെ പാരഗ്രാഫ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പൊക്കോട്ടെ. ഓക്കെ, നോക്കി, വെൻഡർ ഇവാലുവേഷൻ. വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? കച്ചവടക്കാരാണ് അല്ലെ. അവരെ വിലയിരുത്തുക. അപ്പൊ നമ്മൾ ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മളാണെങ്കിലും സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കച്ചവടക്കാരിൽ നിന്നല്ലേ നമ്മൾ സാധനങ്ങൾ വാങ്ങാം. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാകുമ്പോഴും ഒരുപാട് വെൻഡേഴ്സ് ഉണ്ടാവും അല്ലെ. ഒരുപാട് സാധനങ്ങൾ വിൽക്കുക അല്ലെങ്കിൽ വാങ്ങുന്ന കച്ചവടക്കാർ ഒരുപാട് പേരുണ്ടാവില്ലേ. അപ്പൊ അവരെ നമ്മൾ വിലയിരുത്തി ശരിയായ ആളുകളിൽ നിന്ന് വേണ്ട സാധനങ്ങൾ വാങ്ങാനായിട്ട്. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം അല്ലെ. അവരെ നന്നായി വിശകലനം ചെയ്ത് അവരെ ഇവാലുവേഷൻ നടത്തി ആ കച്ചവടക്കാര് നല്ലവരാണോ, അവരിൽ നിന്ന് വാങ്ങുന്ന പ്രൊഡക്റ്റ് നല്ലതായിരിക്കുമോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണ്ടേ. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. വെൻഡർ ഇവാലുവേഷൻ ഈസ് പെർഫോംഡ് റിലേയിങ് ഓൺ ക്വാളിറ്റി റേറ്റിംഗ് ആൻഡ് ഡെലിവറി റേറ്റിംഗ്. എന്താണ്? വെൻഡർ അല്ലെങ്കിൽ കച്ചവടക്കാരെ വിലയിരുത്തുന്നത് അല്ലെ. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാ പറഞ്ഞേ? ക്വാളിറ്റി റേറ്റിംഗ്, അവരുടെ ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരത്തിന്റെ അടിസ്ഥാനത്തിലും, അതുപോലെ ഡെലിവറി റേറ്റിംഗ്, എന്താണ്?
കൃത്യമായുള്ള ഡെലിവറി സമയത്ത് അല്ലെ, ഡെലിവറി പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡെലിവറി വിതരണം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സാധനം അവർ ലഭ്യമാക്കുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വെൻഡേഴ്സിനെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ കച്ചവടക്കാരെ വിലയിരുത്തുന്നത്. അങ്ങനെയല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മള് ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിൽ നിന്നോ നമ്മളൊരു സാധനം വാങ്ങിച്ചു. ആ സാധനം അതിന്റെ ക്വാളിറ്റി നല്ലതല്ല, നമ്മൾ നേരിട്ട് കണ്ടല്ലോ സാധനം വാങ്ങിക്കുന്നേ. നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിന്റെ ക്വാളിറ്റി നല്ലതല്ല എന്ന് മനസ്സിലാവുന്നത്. അതുപോലെ ശരിയായ സമയത്തും അവര് ഡെലിവർ ചെയ്തില്ല എങ്കിൽ നമുക്ക് ആ ഒരു വെൻഡർ അല്ലെങ്കിൽ ആ ഒരു കച്ചവടക്കാരോട് പിന്നെ നമ്മൾ അവരോട് ഓർഡർ ചെയ്യോ? നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് ഒരു മടിയായിരിക്കും അല്ലെ, നമുക്ക് അവരോടുള്ള ആ ഒരു വിശ്വാസം അല്ലെ നഷ്ടപ്പെട്ടില്ലേ, അതല്ലേ ഉണ്ടാവുന്നത്. പിന്നീട് നമ്മൾ അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു മടിയായിരിക്കും, അവർ ശരിയായ സമയത്ത് നമുക്ക് കൊണ്ടുതരുമോ, ശരിയായ നല്ല ക്വാളിറ്റിയിലുള്ള സാധനം നമുക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ നമ്മൾ പിന്നീട് അവരോടുള്ള ആ ഒരു കച്ചവടം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു പർച്ചേസിംഗ് ഡീലുകൾ എന്ത് ചെയ്യും? കുറയ്ക്കും. അങ്ങനെയല്ലേ ഉണ്ടാവണേ. അതേസമയം നല്ല ക്വാളിറ്റിയില് നല്ല സാധനങ്ങൾ ശരിയായ സമയത്ത് നമുക്ക് എത്തിക്കുകയാണ് എങ്കിൽ നേരെ തിരിച്ചായിരിക്കും നമ്മൾ ചെയ്യുക അല്ലെ. പിന്നെയും മറ്റു പല സാധനങ്ങളും നമ്മൾ അവരിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യില്ലേ? ആണോ പിള്ളേരെ? അങ്ങനെയല്ലേ ശരിക്കും നമ്മൾ ചെയ്യാറ്. നമ്മൾ ഓൺലൈൻ വാങ്ങുന്നത് കണക്ട് ചെയ്യുന്നതിന്റെ നിങ്ങൾക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതെപ്പോഴും ആ ഒരു വസ്തു, വാങ്ങുന്ന വസ്തുവിന്റെ ക്വാളിറ്റി അനുസരിച്ച് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ കൃത്യമായ സമയത്ത് അവർ ഡെലിവർ ചെയ്യുന്നുണ്ടോ എന്നതിനെയും അടിസ്ഥാനമാക്കിയാണ്, ആ ഒരു പെർഫോമൻസിനെ ആശ്രയിച്ച് അടിസ്ഥാനമാക്കിയാണ് വെൻഡർ അല്ലെങ്കിൽ ആ കച്ചവടക്കാരെ നമ്മൾ വിലയിരുത്തുന്നത്. Then vendor has to be trustworthy. എന്താണ്? വെൻഡേഴ്സ് അല്ലെങ്കിൽ കച്ചവടക്കാർ എപ്പോഴും ട്രസ്റ്റ്വർത്തി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ ട്രസ്റ്റ്വർത്തി എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ്. എന്താണ്? വിശ്വസ്തരായിരിക്കണം അല്ലെ, ട്രസ്റ്റ്വർത്തി ആയിരിക്കണം അല്ലെങ്കിൽ വിശ്വസ്തരായിരിക്കണം. ഇതിലൂടെയൊക്കെയാണ് അപ്പൊ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നമുക്ക് തരുവാണെങ്കിൽ നമ്മൾ അവരെ വിശ്വസിക്കും അല്ലെ. അപ്പൊ അവരെപ്പോഴും നമ്മളൊരു വിശ്വാസം അവരിൽ നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ഒരു വിശ്വസ്തരായിരിക്കണം ഈ കച്ചവടക്കാര്. എന്നാൽ മാത്രമേ പിന്നീടുള്ള ഒരു ഡീലിങ്സും നമ്മൾ അവരോട് ചെയ്യുള്ളൂ. Then hospital will have an approved list of vendors. ഹോസ്പിറ്റലില് അംഗീകരിക്കപ്പെട്ട ഈ വെൻഡേഴ്സ് അല്ലെങ്കിൽ കച്ചവടക്കാരുടെ ഒരു അംഗീകരിച്ച ലിസ്റ്റ് ഹോസ്പിറ്റലിന്റെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? ആ ലിസ്റ്റ് പ്രകാരം അവരുടെ ആ ഒരു അപ്രൂവ്ഡ് ലിസ്റ്റ് ഉണ്ടല്ലോ, അംഗീകരിച്ച കച്ചവടക്കാരുടെ ലിസ്റ്റ്, ആ ലിസ്റ്റിൽ പ്രകാരമായിരിക്കും ഓരോ സാധനങ്ങൾ, ആ ലിസ്റ്റിലുള്ളവരിൽ നിന്നായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? പർച്ചേസിങ് ചെയ്യുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. പർച്ചേസ് ഈസ് എ ബിസിനസ്. ഇനി എന്താണ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ? എന്താ? ഒരു ബിസിനസ് പ്രവർത്തനമാണ് അല്ലെ, ഒരു ബിസിനസ് ഫംഗ്ഷൻ ആണ്. സിൻസ് വി കൺവേർട്ട് റിസോഴ്സ് ഇൻടു സർവീസസ് ആൻഡ് ഈസ് ദെൻ ഇഷ്യൂഡ്. ഇത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ റിസോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇതൊരു ബിസിനസ് ഫംഗ്ഷൻ ആണ്. നമ്മൾ പറഞ്ഞു പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങൾ, ഇപ്പൊ വാങ്ങുന്ന ഒരു മെഷീൻ ആയിരിക്കാം, ആ ഒരു മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്നത് ഒരു വിഭവം അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒരു എക്സ്റേയോ അല്ലെങ്കിൽ സ്കാനിങ് മെഷീനോ നമ്മൾ വാങ്ങി, ആ വാങ്ങിയ മെഷീൻ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല? ഒരു മെറ്റീരിയൽ ആയിട്ട് അവിടെ വെക്കുന്നില്ല, പകരം അത് എന്ത് ചെയ്യുന്നു? ഒരു സർവീസ് ആക്കി മാറ്റുന്നു അല്ലെ. ആ ഒരു സർവീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനുശേഷം ആളുകൾക്ക് കൊടുക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പർച്ചേസ് ഈസ് എ ബിസിനസ് ഫംഗ്ഷൻ. ഇതൊരു ബിസിനസ് ഫംഗ്ഷൻ ആണ്. എന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ വാങ്ങുന്ന വിഭവത്തെ സർവീസ് ആക്കി മാറ്റി ഈസ് ദെൻ ഇഷ്യൂഡ്, ആളുകളിലേക്ക് വിതരണം ചെയ്യുന്ന ആളുകളിലേക്ക് എത്തിക്കുന്നു. Then purchasing is a spending function and it coordinates with the finance department in event of purchase. ഇനി പർച്ചേസിംഗ് എന്ന് പറയുന്നത് എപ്പോഴും സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ് അല്ലെ, ചിലവിടൽ പ്രവർത്തനം അല്ലെ, ചിലവാക്കാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. പണം ചിലവാക്കിയല്ലേ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നേ. എപ്പോഴും ചിലവിടൽ പ്രവർത്തനമാണ്. ആൻഡ് ഇറ്റ് കോർഡിനേറ്റ് വിത്ത് ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ആ ഒരു പർച്ചേസിംഗും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്
ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ഏകോപനമില്ലേ, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തല്ലേ അത് പോകുന്നത്. ഇൻ ഇവൻ ഓഫ് ബൾക്ക് പർച്ചേസ്, ചെറിയ ചെറിയ പർച്ചേസിനേക്കാൾ കൂടുതൽ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ, വിപുലമായിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായി ശരിയായി കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏകോപിപ്പിച്ചുകൊണ്ടായിരിക്കണം ആ പർച്ചേസിങ് നടത്തേണ്ടത്. എപ്പോഴും പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു ചിലവിടൽ, സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്. എന്നാൽ അത് എന്ത് ചെയ്യണം, മറ്റേ ആരായിട്ട് വർക്ക് ചെയ്യണം, അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അല്ലെ, ഹോസ്പിറ്റലിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏകോപിപ്പിച്ചുകൊണ്ടായിരിക്കണം ഈ പർച്ചേസിംഗ് നടക്കേണ്ടത്. പ്രത്യേകിച്ചും ഒരു ബൾക്ക് പർച്ചേസ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പണം നമുക്ക് ചെലവഴിച്ച് വേണം ആ പർച്ചേസിംഗ് ചെയ്യാനായിട്ട്. എപ്പോഴും ആ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ആ സ്പെൻഡിങ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പർച്ചേസിംഗ് നടത്തേണ്ടത്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ക്ലിയർ ആവാത്ത ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ബാക്കി കണ്ടിന്യൂ ചെയ്യാട്ടാ. ഒന്ന് മാർക്ക് ചെയ്തിട്ടൊക്കെ ബൾക്ക് പർച്ചേസസ് വരെയല്ലേ നമ്മൾ എടുത്തേ. ഓക്കെ, ബാക്കി അത് കണ്ടിന്യൂ ചെയ്താൽ ടൈം പോകും, അതുകൊണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പോവാം. അപ്പോ ഇന്ന് തന്നെ വീട്ടിൽ ചെന്ന് വീട്ടിലിരുന്ന് അത് നന്നായി വായിച്ച് മനസ്സിലാക്കാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടാ. താങ്ക് യു. Thank you.